ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാടാ. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ബ്ലബ് റൈറ്റിംഗ്. സാർ, വാട്ട് ഇസ് ബ്ലബ് റൈറ്റിംഗ് അല്ലേ? എന്താണ് സാർ ഈ ബ്ലബ് എന്ന് പറഞ്ഞ കേട്ടാൽ, നമ്മൾ ഒരു ടെക്സ്റ്റ് ഒരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാവും അല്ലേ, പുസ്തകത്തിന്റെ എൻഡിലുണ്ടാവും ആ പുസ്തകത്തിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിലും അല്ലേ, ആ കവിയിൽ ആ എഴുതിയിട്ടുള്ള ആളെ കുറിച്ചുള്ള ഒരു സംഗതി ഉണ്ടാവും. പിന്നെന്തുണ്ടാവും, ആ പുസ്തകത്തിന്റെ പ്രൈസ് അടക്കി ഉണ്ടാവും. അതാണ് ബ്ലബ് എന്ന് പറയുന്നത്. അപ്പൊ സോ മക്കളെ, എങ്ങനെയാണ് ബ്ലബ് എഴുതാൻ നോക്കും നിങ്ങൾ. മറക്കരുതേ, മറന്നാൽ പോയിട്ടോ, മറന്ന കഴിഞ്ഞ് തീർന്നിട്ടോ, മറന്നാൽ തീർന്ന്. ഒരു ടൈറ്റിൽ കൊടുക്കുക, എഴുതിയ ആളുടെ പേര് കൊടുക്കുക അല്ലെ. എഴുതിയ ആൾ, ഇപ്പൊ ബെന്യാമിന്റെ ആടുജീവിതം ആണെങ്കിൽ ദ ഗോട്ട് ലൈഫ് നമ്മൾ ഹെഡിങ് കൊടുക്കും. എഴുതിയിട്ടുള്ള ആളുടെ പേര് എന്താ പറയാ, ബെന്യാമിൻ അല്ലെ. നോക്കും നിങ്ങള്. അപ്പൊ ദ ഗോട്ട് ലൈഫ് ബൈ ബെന്യാമിൻ, ദ വണ്ടർഫുൾ എന്താണ് പറ, ദ വണ്ടർഫുൾ സ്റ്റോറി അല്ലെ. വണ്ടർഫുൾ സ്റ്റോറി ആണോ നോവലാണോ അത് കൊടുക്കുക. ടെൽസ് അബൌട്ട് എന്തിനെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു ഡെസേർട്ട് ലൈഫ് അല്ലേ, ഒരാളുടെ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയാം, നമ്മൾ ഇങ്ങനെ പറയല്ലോ, ഒരു സർവൈവൽ ഓഫ് അല്ലെ നജീബ് എന്ന് പറയുന്ന ആ സംഗതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പറയുന്നത്. കോണ്ടന്റ് ഓഫ് ദി ബുക്ക് എന്ത് ചെയ്യണം, എന്റെ മക്കളെ ഇവിടെ എഴുതി കൊടുക്കുക, വളരെ വൃത്തിക്ക് എഴുതി കൊടുത്തതിന് ശേഷം അല്ലെ, അതെങ്ങനെയാണ് ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്, വളരെ മനോഹരമായിട്ടാട്ടോ. ദെൻ ബെന്യാമിൻ അല്ലെ, the writer created a space on his own in the world of creative literature. ഈ ക്രിയേറ്റീവ് ലിറ്ററേച്ചറിൽ അല്ലെ, ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ലിറ്ററേച്ചറിൽ ബെന്യാമിൻ തൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഹി ഡെപിക്ട്സ് ഹിസ് വ്യൂസ് ആൻഡ് യൂണിക്നെസ് ഇൻ ദിസ് വർക്ക്. ആ ബെന്യാമിൻ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ വർക്ക്. ഇത് സാർ ഇത് ബെന്യാമിനെ കുറിച്ചാണോ പറയുന്നത്, ഇടയിൽ വന്നാണ് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ബെന്യാമിൻ്റെ അല്ല ആരുതാണെങ്കിലും എഴുതി കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. ദ റൈറ്റിംഗ് സ്റ്റൈൽ ഇസ് ട്രമെൻഡസ് അല്ലേ. ഇതെന്താണ്, ഇത് എഴുതിയിട്ടുള്ള രീതി വളരെ അടിപൊളിയാണ്. ആൻഡ് വി ക്യാൻ സേ ഇറ്റ്സ് ബിയോണ്ട് എക്സ്പ്ലനേഷൻ. നമുക്ക് പറയാൻ പറ്റും ഇത് വർണ്ണനകൾക്ക് അതീതമാണെന്ന് പറയാൻ പറ്റും. സോ വി കാൻ ഷട്ട് അവർ ഐസ് അഗൈൻസ്റ്റ് ദി ഗുഡ് നാച്ചർ ഓഫ് ദിസ് വർക്ക്. ഈ വർക്കിന്റെ നന്മക്കെതിരെ നമുക്ക് കണ്ണടക്കാൻ പറ്റൂല. അത്രയും മഹത്തമായിട്ടുള്ള ഒരു വർക്കാണ് ഇത്. ഈ വർക്ക് എന്ന് പറയും, വർക്കല്ല വർക്ക്സ് കേട്ടോ, വർക്ക്സ്. അതെന്താ സാർ വർക്ക്സ് എന്ന് പറയാനുള്ള കാര്യം, കൃതി എന്നുള്ളതിന് വർക്ക്സ് എന്നാ പറയാ കേട്ടോ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ബുക്കിന്റെ പേര് കൊടുക്കുക. ബെന്യാമിന്റെ ആടുജീവിതം ദ ഗോട്ട് ലൈഫിലെ ഇൻസ്പയർസ് യങ് മൈൻഡ്സ് ടു ക്രിയേറ്റ് ആൻ എൻലൈറ്റൻഡ് വേൾഡ്. ഒരു പുത്തൻ ലോകം സൃഷ്ടിക്കാൻ യുവ മനസ്സുകളെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഏത് പുസ്തകം, ഈ പുസ്തകം എന്ന് നമ്മൾ തള്ളിമറിക്കുക കേട്ടോ, തള്ളിമറിക്കുക. ഇറ്റ് ടച്ചസ് ഡീപ്പ് ഇൻ ഓൾ റീഡേഴ്സ് മൈൻഡ്. എല്ലാ വായനക്കാരുടെയും ഹൃദയത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുസ്തകം തൊടുന്നുണ്ട്. ഇറ്റ്സ് എ മസ്റ്റ് റീഡ് ബുക്ക്. ഇതൊരു തീർച്ചയായിട്ടും വായിക്കേണ്ട പുസ്തകമാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ ABCD പബ്ലിഷേഴ്സ് ഇൻ 19 അല്ലേ. ചിലപ്പോൾ ഡീറ്റെയിൽ ഉണ്ടാവട്ടോ, ബ്ലർബ് എഴുതാനുള്ള ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണലുണ്ട്. നിങ്ങൾ അങ്ങോട്ട് എഴുതലാണ് എന്ന്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ വെച്ച് ഇങ്ങനെ എഴുതലെന്ന് മനസ്സിലായില്ലേ. നോക്കൂ നിങ്ങൾ. അതർ നോട്ടബിൾ വർക്ക്സ് ഓഫ് റൈറ്റർ. ആ വർക്കിന്റെ പേരെന്ത് ചെയ്യുക, വർക്ക്സിന്റെ പേരെന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. കണ്ടോ, അതർ നോട്ടബിൾ വർക്ക്സ് ഓഫ് ദി റൈറ്റർ ആട്ടോ. അടുത്തത്, ആ പുസ്തകത്തിന്റെ പ്രൈസ് കണ്ട 150 rupees. ABCD ബുക്സ് പബ്ലിഷേഴ്സ്. അടിയിൽ എന്ത് ചെയ്യുക, www.abcdbooks.com എഴുതി, അല്ലെങ്കിലോ ranspublications.com എഴുതി കൊടുത്താലും നിങ്ങൾക്ക് A+ കിട്ടും, ഫുൾ മാർക്ക് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ മക്കളെ റെഡി അല്ലേ? ഇതിന്റെ നോട്ട്സ് വേണം നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു, ബൈ.